ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ നിമിഷം മുതൽ ഞാൻ നിരാഹാര വ്രതം ഇരിക്കാൻ പോവാ. എന്തിന്? എന്നോട് തനിക്ക് സ്നേഹമുണ്ടെന്നറിയാം. താൻ എന്നോടത് പറയുന്നത് വരെ ഞാൻ പച്ച വെള്ളം പോലും കഴിക്കൂല. ഞാൻ തന്നെ കാത്തു നിൽക്കായിരുന്നു. എന്തിന്? എന്തിനാണെന്ന് തനിക്കറിയാം. എനിക്കറിയില്ല. അതെ, തനിക്ക് പേടിയാ, അതാണ് കാര്യം. ആ പേടി മാറ്റാനുള്ള ഒരു മാർഗം ഞാൻ പറയാം. എന്നെ ഇഷ്ടമാണെന്ന് താൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. പിന്നെ തനിക്ക് വേണ്ടി ആരെ എതിർക്കാൻ ഞാൻ തയ്യാറാണ്. രാധിക, ഞാൻ എത്ര പറഞ്ഞിട്ട് താൻ എന്താ മനസ്സിലാക്കാത്തത്? താൻ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? എനിക്ക് കണിമംഗലം വീട്ടിലെ എല്ലാവരോടും ബഹുമാന. വരനോടും ആ ബഹുമാനത്തിൽ കൂടി ഒരു കാര്യമില്ല. മുത്തശ്ശി എന്താ അവിടെ ദൂരെ മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. അല്ല, വരുണ എല്ലാ കാര്യത്തിലും ഉപദേശിക്കുന്ന മുത്തശ്ശിയല്ലേ? ഇപ്പോ വരുണ എന്തോ ഒരു കാര്യത്തിൽ പ്രശ്നമുണ്ട്. അതൊന്ന് ചോദിച്ചറിഞ്ഞ് ഒന്ന് ആശ്വസിപ്പിച്ചൂടെ മുത്തശ്ശിക്ക്? മുത്തശ്ശി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താ അത് വരുൺ തള്ളിക്കളയില്ല. അതെനിക്കുറപ്പാ. പോട്ടെ. നീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരാവേ. ശരി ചേച്ചി. ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? വരുണിന്റെ ചോദ്യത്തിന് ചേച്ചി പറഞ്ഞ മറുപടി കേട്ടില്ലേ? ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. അയ്യോ പ്രിയങ്ക, മണ്ടത്തരം പറയാതെ. അവളിപ്പൊ കാണിച്ചതൊരു അഭ്യാസമാ. ഞാനിത് വിശ്വസിക്കില്ല. ചെറിയമ്മേ, ഇങ്ങ് വന്നേ. ഒടുവിൽ ഇവൾക്കതൊക്കെ വിശ്വാസമാകുമ്പോഴേക്കും എല്ലാം ഇവളുടെ കൈ വിട്ട് പോയിട്ടുണ്ടാവും. അപ്പോഴേ ഇവള് പഠിക്കും. ചെറിയമ്മ വന്നേ, വാ. വരുണെന്റെ മനസ്സിൽ ചേച്ചിയോട് എന്തോ താല്പര്യമുണ്ട്. പക്ഷെ ചേച്ചിക്കതില്ല. ഇതിനുള്ള ശിക്ഷ വരുണ് ഞാൻ കൊടുക്കുന്നു. എടാ, പ്രിയങ്കയും കൽപ്പനയും ഉർവശിയും അകത്ത് നിൽക്കുന്നത് അവള് കണ്ടിരുന്നു. അതാ അവള് വളരെ ബുദ്ധിപരമായിട്ട് ഒരു കുഴപ്പം ഉണ്ടാക്കാതെ സംസാരിച്ച് അകത്തേക്ക് കയറിപ്പോയത്. മുത്തശ്ശിക്ക് ഇതില് ആശ്വാസമാണ് തോന്നിയത്. അല്ലാതെ പിന്നെ. എടാ, പ്രിയങ്കയും കൂട്ടി അവര് രണ്ടുപേരും വന്നിട്ടുണ്ടെങ്കിൽ അതെന്തിനായിരിക്കും? അവൾ അങ്ങനൊരു ബുദ്ധി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു കണിമംഗലത്തിന്റെ ഉത്തരത്തിന് തീ പിടിക്കുന്നത്. കണിമംഗലത്തിന്റെ ഉത്തരത്തിന് തീ പിടിച്ചൊന്നുമില്ല, പക്ഷെ എന്റെ നെഞ്ചിന് തീ പിടിച്ചല്ലോ. തൽക്കാലേ നീ അതങ്ങക്ക് എടുത്ത്. ഇതെന്താ അവസാനത്തെ അവസരം വല്ലതുമാണ്? ഇനി ശ്രമിക്കാമല്ലോ. അവസാനം ശ്രമിച്ച് ഞാൻ ചാവും. നേരത്തെ രാധിക ചാവുന്ന കാര്യം പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ സ്നേഹത്തില് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ ചാവത്തില്ല. എന്നിട്ട് നീ ഇപ്പൊ എന്നെ പേടിപ്പിക്ക.
നിങ്ങൾ ചാവാനുള്ളവരല്ലടാ, എല്ലാവരെയും അസൂയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ളവരാ. ആ. ഉം. എങ്ങനെയാ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? പണ്ട് മഹാഭാരതത്തിലെ കുറേ വില്ലന്മാരെയും നായകന്മാരെയൊക്കെ ഒന്നിച്ചു നിർത്തി യുദ്ധം ചെയ്യിപ്പിച്ച് കണ്ടിരുന്നല്ലേ? അതൊക്കെ തന്നെയാണ് ഉദ്ദേശം അല്ലേ? യുദ്ധം ചെയ്യാൻ എല്ലാവരും റെഡിയാ, പക്ഷെ എല്ലാവർക്കും വേണ്ടത് എന്റെ തലയാ. എന്തൊക്കെയാ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്? എന്നാ ഇതിനൊരു അവസാനം? അതൊന്ന് പറഞ്ഞു തരുവോ? ഞാൻ പറഞ്ഞു തരാം. ഭഗവാൻ വല്ലപ്പോഴും ഉത്തരം പറയും, പക്ഷേ ഞാൻ എപ്പോഴും പറയും. ഇതിന്റെയൊക്കെ അവസാനം നമ്മൾ ഒന്നിച്ച് ചേരുമ്പോഴാണ്. മാറ്. ഞാനേ ഉമ്മർത്ത് കാത്തു നിന്നത് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് അവസാനമായിട്ടൊന്ന് ചോദിക്കാൻ വേണ്ടിയാ. അത് ഇവിടെ വെച്ച് ഈ കൃഷ്ണന്റെ മുമ്പിൽ വെച്ചൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ അമ്മയെ വിളിക്കും. ആ, വിളിക്ക്. അമ്മയെ വിളിച്ചാൽ തന്നെ അനുസരിപ്പിക്കുന്നവരെല്ലാവരും പിന്നാലെ ഉണ്ടാവുമല്ലോ. ഭഗവാനെ തൊട്ട് സത്യം ചെയ്യ്, എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. ഞാൻ സത്യം ചെയ്യില്ല. ഞാനൊന്നും പറയൂല. നബിക്കോ, ഈ വ്രതങ്ങൾക്ക് ഫലം ഉണ്ടാവുമോ? അല്ല, ഈ പൂജാവിധികളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ, അതുകൊണ്ടാ ചോദിച്ചേ, വ്രതത്തിന് ഫലം ഉണ്ടാവുമോ? വ്രതത്തിന് ഫലം ഉണ്ടാവും, അത് മനസ്സറിഞ്ഞ് ചെയ്താൽ. എന്നാല് ഈ നിമിഷം മുതൽ ഞാൻ നിരാഹാര വ്രതം ഇരിക്കാൻ പോവാ. എന്തിന്? ആ, എന്നോട് തനിക്ക് സ്നേഹം ഉണ്ടെന്നറിയാൻ. താൻ എന്നോടത് പറയുന്നത് വരെ ഞാൻ പച്ച വെള്ളം പോലും കഴിക്കൂല. വെറുതെ ഭ്രാന്ത് കാണിക്കരുത്. ചുമ്മാ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. അതിന് ഞാൻ ആരോടും പറയുന്നില്ലല്ലോ, ഇത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി. ആ, എന്റെ വ്രതം അവസാനിപ്പിക്കണമെങ്കിൽ താൻ എന്നെ ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഞാനങ്ങ് തീർന്നു പോട്ടെ എന്റെ സ്വപ്നങ്ങളോടൊപ്പം. എന്നാ പറയൂ. ആ, അങ്ങനെയാണെങ്കിൽ എന്റെ വ്രതം ഞാൻ ഉറപ്പിച്ചു. ഈ ഇരിക്കുന്ന ഭഗവാനാണ് സത്യം. അയ്യോ, വെറുതെ ശരീരത്തിനൊന്നും. ശരീരത്തിൽ എന്ത് വരാൻ? അല്ല, വന്നാലും തനിക്കെന്താ? എന്നെ ഇഷ്ടമല്ലാത്ത ഒരുത്തി എന്നെ അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കില്ല. ജീവിക്കാൻ പറ്റുമെങ്കിൽ ചാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ആ,